അവനോട് നീ സലാം പറഞ്ഞു. അവൻ സലാം മടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂലിയിൽ രണ്ടുപേരും സമന്മാരാകുന്നതാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്, 3 ദിവസത്തിലേറെ ഒരാൾ പിണങ്ങി നിൽക്കുകയും അവൻ ലോകത്തോട് വിട പറയും ചെയ്തു പോയാൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയൂല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ഒരു മുഅ്മിനും ഒരു മുസ്ലിമിനോടും പിണക്കം അനുവദനീയമല്ല, പിണങ്ങാനേ പാടില്ല. പിണങ്ങിക്കഴിഞ്ഞാൽ ആരോടാണോ പിണങ്ങിയത് അവന്റെ വീട്ടിൽ ചെല്ലണം, എന്നിട്ട് അവനോട് സലാം പറയണം. മനസ്സിലായില്ലേ? പിണങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും സ്വീകരിക്കൂല. നിസ്കാരത്തിൽ മുന്നിലെ സഫിലാണ്, കാര്യമില്ല. താടി ഭയങ്കര നീളമാണ്, കാര്യമില്ല. നെറ്റിയിൽ ഒരു നിസ്കാരത്തയമുണ്ട്, കാര്യമായിട്ടില്ല. കണ്ടോരോട് മുഴുവനും പിണക്കത്തിലാണ്. അവന് സ്വർഗമില്ല. സ്വർഗത്തിന്റെ പരിമണം പോലും അവനിക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. ഉഷാറാണ്, പക്ഷെ ഭാര്യയോട് പിണക്കത്തിലാണ്, ഭർത്താവിനോട് പിണക്കത്തിലാണ്, ഉമ്മച്ചിയോട് പിണക്കത്തിലാണ്, ഉപ്പയോട് പിണക്കത്തിലാണ്, അയൽവാസിയോട് പിണക്കത്തിലാണ്. പഴയ കാലത്ത് ഞാൻ പറയാൻ പാടാറുണ്ട്. ഒരു ഉസ്താദ്, എന്റെ ബാവാജി ഉസ്താദ് പാട്ട് തിരുത്തി തന്ന കഥകളൊക്കെ റിയാസ് ഞാൻ ഇന്നും ചെലവഴി പറഞ്ഞിട്ടുള്ളൂ. നെറ്റിയിലുള്ള നമസ്കാരത്തായമ്പല്ല. റിയാസ് പാടുണ്ട്, മനോഹരമായിട്ട് പാടും അല്ലേ? ഓർമ്മല്ല മുനീറ? നെറ്റിയിലുള്ള നമസ്കാരത്തായമ്പല്ല, മുസ്ലിമിൻ അടയാളം സോദര. അങ്ങനെ വിചാരിച്ചു പോകരുത്, അങ്ങനെ വിചാരിക്കരുത്. ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാകുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, സ്വർഗാവകാശിയുടെ അടയാളം ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, അവൻ 10 ഹജ്ജ് ചെയ്തവനെന്നല്ല, അവൻ 10 ഉംറ നിർവഹിച്ചവനെന്നല്ല, അവൻ പള്ളി ഉണ്ടാക്കി കൊടുത്തവനെന്നല്ല, പള്ളിയിൽ മുന്നിലത്തെ സഫിൽ നിന്നവനെന്നല്ല. അതിനൊക്കെ വലിയ സവാബുണ്ട്. സവാബില്ലാത്ത സംഗതിയൊന്നല്ല. ജമാഅത്തിന്റെ പങ്കെടുക്കുന്നത് വലിയ കൂലിയാണ്. മൻ തതഖറ ഫീ ബൈതിഹി സുമ്മ മളാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് നിങ്ങൾ വുദൂ ചെയ്യുകയും എന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് നടന്നിട്ട് പോവുകയും ചെയ്താൽ ആദ്യം വെക്കുന്ന ചെരിപ്പടിക്കാലുകൊണ്ട് നിങ്ങളുടെ ഒരു പാപം അല്ലാഹു പൊരുത്തപ്പെട്ടു തരികയും രണ്ടാമത് വെക്കുന്ന കാലുകൊണ്ട് നിങ്ങളുടെ പദവി അല്ലാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ നന്നാകണോ? ഇവിടെ നന്നാവണം. അയൽവാസിയോട്, കുടുംബത്തിനോട്, ബന്ധുവിനോട് ഇവിടെ നന്നാക്കണം. അയൽവാസി ഉപദ്രവിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അക്രിം ജാറക വലൗ കാന കാഫിറാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ? ഒരൊറ്റ ഹദീസ് പറയട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സുഹാബ, അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചവും കാറ്റും വരുന്നതിനെ തൊട്ട് തടയുന്ന ഒരു മറനിന്റെ വീട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് അഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എന്താപ്പ പറഞ്ഞത്? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചമോ കാറ്റോ വരുന്നതിനെ തൊട്ട് തടയുന്ന വലിയ കൺമതിലിനെ കെട്ടുകയാണെങ്കിൽ, വലിയ മറനി കെട്ടുകയാണെങ്കിൽ, അതിന്റെ അയൽവാസി പറയുകയാണ്, ഈ കൺമതിൽ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന വെളിച്ചം ഇല്ലാതെയായി, ഈ കൺമതിൽ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന കാറ്റില്ലാതെയായി, ഞങ്ങൾ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല എന്ന് അയൽവാസി പറഞ്ഞാൽ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? കുറച്ചും കൂടെ കല്ല് വാങ്ങി മതിൽ മേലോട്ട് കെട്ടലല്ലണ്യോ, അത് പൊളിച്ചു കളയണമെന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അവനെ സ്വർഗാവകാശിയാകുള്ളൂ. മനസ്സിലായില്ല? എല്ലാരോടും നല്ലത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ തൗഫീഖ്